ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. അയ്യോ, കഥകളൊക്കെ പറഞ്ഞ് നീട്ടി വലിക്കുന്ന ആരും മരിച്ച് ബോറടിച്ച് സ്കിപ്പ് ചെയ്ത് പോകണ്ട കേട്ടോ. അപ്പം എന്താ എനിക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യ യൂട്യൂബ് വരുമാനം കയ്യിൽ കിട്ടണവരെ എനിക്ക് ടെൻഷനായിരുന്നു, ഇത് എങ്ങനെയാകും. അപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. ഓരോരോ കാര്യങ്ങളും ചെയ്യുമ്പം പേടിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, യൂട്യൂബ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് വരുമോ, നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ, നമുക്ക് പൈസ കിട്ടിയിട്ട് ഇനി കിട്ടാതാവോ, അങ്ങനെ പല ആളുകൾക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. $98 ആയതിനു ശേഷം കിട്ടാതായി പോയ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൈ കിട്ടിയിട്ടേ നിങ്ങളോട് എല്ലാവരോടും പറയുള്ളൂ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ് കേട്ടോ. അപ്പം ഈ ഒരു $1 കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യമായിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ട് നമ്മളെ കയ്യിലേക്ക് കുഞ്ഞു പൈസയാണെങ്കിൽ പോലും അത് കിട്ടുമ്പോൾ യൂട്യൂബിൻ്റെ ഒരു വരുമാനം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല കേട്ടോ. ഒരുപാട് കളിയാക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, യൂട്യൂബ് ഇനിയിപ്പോൾ യൂട്യൂബിലേക്കാണ്, എനിക്ക് വരുമാനം കിട്ടിയോ, തമാശയ്ക്കായാലും കളിയായിട്ടായാലും ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ, വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോ. എല്ലാവർക്കും അറിയേണ്ടത് എന്താ, പൈസ കിട്ടിയോ, അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൈസ കിട്ടണമെങ്കിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയില്ല കേട്ടോ. എല്ലാവരുടെയും വിചാരം 2 വീഡിയോ ഇട്ട് 3ാമത്തെ വീഡിയോയ്ക്ക് പൈസ കിട്ടും, അങ്ങനെയുള്ള ചിന്തയല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഞാനും മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1000 സബ്സ്ക്രൈബർ ആയ സമയത്ത് എനിക്കുണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ, അതാവാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഹാജറത്ത എന്ന് പറയും, എൻ്റെ മോൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അവരാണ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കൂടെ അവരാണ് എന്നെ ഈ യൂട്യൂബിലേക്ക് കൂടുതലായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വന്ന വഴി എന്തായാലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹാജറത്താത്തിനെ ഒരിക്കലും ഞാൻ മറക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടെ ഹാജറത്താത്തിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ അതിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് യൂട്യൂബിൽ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ഇടും. 4 വർഷം മുന്നേ തുടങ്ങിയൊരു ചാനലാണിത്. ഇപ്പം 5 വർഷമായി കേട്ടോ. അപ്പം പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസ് എടുത്തുവെച്ചാലും നമ്മളെ ഫോണൊക്കെ ഇതാകുമ്പോൾ പോയി പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേയുള്ള വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ ഇടായിരുന്നു, വെറുതെയൊക്കെ ഇങ്ങനെ ഇടായിരുന്നു. അങ്ങനെ ഞങ്ങൾ UKG ഒക്കെ കഴിഞ്ഞ സമയത്ത് ഹാജറത്താത്ത പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ഇറങ്ങിക്കൂടെ, നല്ലപോലെ പ്രയത്നിച്ച് നിങ്ങൾക്ക് എന്തായാലും നേടാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊരു 800-700 സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കൊരു വാശിയായി, എന്നാൽ ഇറങ്ങി നോക്കാമെന്നുള്ളൊരു ഇതായി. അങ്ങനെ ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങി, യൂട്യൂബിൽ പ്രയത്നിക്കാൻ തുടങ്ങി, ഒരുപാട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോഴും 1000 സബ്സ്ക്രൈബർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എന്താ പറയുക, ഹാജറത്താത്ത ഒരു 3 സബ്സ്ക്രൈബറിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ലൈവിലൊക്കെ കയറി, ലൈവ് എന്താണെന്ന് കൂടെ എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഡെയിലി വീഡിയോസ് ഇടും. എത്ര വ്യൂ കുറഞ്ഞോ കൂടിയോ ഒന്നും ഞാൻ നോക്കാറില്ല, വീഡിയോസ് ഇടും. ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു, അതിന് വേണ്ടി, യൂട്യൂബിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. വീഡിയോയ്ക്ക് എന്താ പറയുക, വ്യൂ കുറവാണോ ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഞാൻ ഒരു ദിവസം ഹാജറത്ത പറഞ്ഞു, ഞങ്ങളൊരു ദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ലൈവ് ഇട്ട് നോക്കിക്കൂടെ, ലൈവ് ഇട്ടാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ലൈവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അങ്ങനെ ലൈവ് ഇടാൻ തുടങ്ങി. പിന്നെ ലൈവ് ഇട്ടു. പിന്നെ ആദ്യം തന്നെ ലൈവിൽ നല്ല വ്യൂവേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ലൈവിലൂടെയാണ് ഞാൻ എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ലൈവും വീഡിയോസും ഉണ്ട്, വീഡിയോസിലൂടെയും ലൈവിലൂടെയും കംപ്ലീറ്റ് ചെയ്തു. ഒരു 6 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. 4 വർഷം മുന്നേ തുടങ്ങിയ ചാനൽ ഇങ്ങനെ 6 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയതല്ല. അതായത് 4 വർഷം മുന്നേ ചാനലുണ്ടെങ്കിൽ കൂടെ ഞാൻ അതിൽ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ ഇറങ്ങിയതിന് ശേഷം, യൂട്യൂബിലേക്ക് പ്രയത്നിക്കാൻ വേണ്ടി ഇറങ്ങിയതിന് ശേഷം 6 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് $1 കയറ്റാനുള്ളൊരു പരിശ്രമമായിരുന്നു ഗൈസ്. $1 കിട്ടാൻ വേണ്ടി നമ്മൾ പണിയെടുത്താൽ തന്നെ നമുക്ക് പൈസ വാങ്ങാൻ കഴിയും. അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് പൈസ വാങ്ങാമെന്ന് വിചാരിച്ചാൽ കഴിയൊന്നുമില്ല. പണി എടുത്തോ നമുക്ക് എവിടെയാണെങ്കിലും ശരി വരുമാനം കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് വീഡിയോസ് ഇടൽ അങ്ങനെ പണിയെടുത്ത് ലാസ്റ്റ് 6 മാസം, ഇപ്പോൾ 6 മാസമായി നമ്മുടെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ എൻ്റെ ഫസ്റ്റ് ഏണിങ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം യൂട്യൂബിൻ്റെ ഒരു പോളിസിക്ക് അനുസരിച്ച് നമ്മുടെ യൂട്യൂബ് വരുമാനം അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി ഞാൻ ഒരിക്കലും എന്താ പറയുക തിരുത്തുന്നില്ല. നമ്മൾ അതിനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയോ നമ്മൾ കൊണ്ടുപോകുന്നൊരു ചാനലാണ്. അപ്പം ഒരിക്കലും യൂട്യൂബിനെതിരെ നമ്മളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയണമല്ലോ, എൻ്റെ വരുമാനം എനിക്ക് എങ്ങനെയായാലും നിങ്ങളോട് പറയണം. അതുകൊണ്ട് നമ്മുടെ $1 എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടിയ $1 എന്ന് പറയുന്നത് ഇന്നലെയാണ് $1 ക്രെഡിറ്റ് ആയത്. ഇന്നലെ അത് കിട്ടിയ സമയത്ത് എനിക്കുണ്ടായൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ണേട്ടൻ ഇന്നലെ പണിക്ക് കയറിയില്ല, ഇന്നലെ പണിക്ക് ഇവിടുന്ന് പോയി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഏട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആ പൈസ
വന്നത് എന്നുള്ളൊരു സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനും ഭയങ്കര ഹാപ്പിയായി. ഏട്ടനും എൻ്റെ കൂടെ ഒരുപാട് നിന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഏട്ടൻ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു, അങ്ങനത്തതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്. ലൈവ് ഞാനിട്ടില്ലെങ്കിൽ ഏട്ടൻ എന്നോട് പറയും ഈ ലൈവ് ഇട്ട് വന്നിട്ട് എന്നോട് ചോദിക്കലുണ്ട്. അപ്പം എൻ്റെ ഏട്ടനും ഇപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട്. അപ്പം ഞാൻ ഒരുപാട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് കണ്ടിട്ട് തന്നെ ഏട്ടനും പറയും റെഡി ആവും, ഒക്കെ റെഡിയാവും, ഒക്കെ ശരിയാവും. അതിൻ്റെ ഇടയിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു വീഡിയോ റീച്ചായ സമയത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നത്തെ മാസം ഒരു കല്യാണ വീഡിയോ ആയിരുന്നു. പക്ഷേ അതെൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ അറിവ്, നമ്മൾ സാധാരണ നാട്ടിലെ കല്യാണ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്, ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്. അല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു അവരെ വീഡിയോസ് അങ്ങനെ ഇടാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് അവരെ ആദ്യം മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇടുകയും ചെയ്യുന്നില്ല കേട്ടോ, അവരെ കുറ്റം പറയല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കത് ഭയങ്കര ഹേർട്ടായി. ഞാൻ ആ നിമിഷം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം അത് നല്ല റീച്ചിലേക്ക് പോയൊരു വീഡിയോ ആയിരുന്നു. 2 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല റീച്ചായിട്ട് ഓടാൻ പോകുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ആ ഒരു വീഡിയോ ഓടാഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ ഒരു സങ്കടം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഞാൻ തകർന്നു പോയി കേട്ടോ. അയ്യോ, ഞാൻ കാര്യത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നു ഗൈസ്, വിഷയത്തൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഡോളറിൻ്റെ കാര്യമാണ് അല്ലേ. ഇത് അതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു സംഗതി ആട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ നമ്മുടെ വരുമാനത്തിൻ്റെ ഇതിൽ പറയാം, നമ്മുടെ നാട്ടിലെ പൈസേൻ്റെ ഇതിൽ പറയാം, ഒരു 10,000-ൻ്റെയും 15,000-ൻ്റെയും ഉള്ളിലുള്ള ഒരു വരുമാനമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ചോദിക്കുമോ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വരുമാനം തന്നെയാണ്. ഞാൻ ഈ വീട്ടിലിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വരുമാനമാണ് എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ പണിയെടുത്തിട്ട് എത്രയോ വർക്ക് ചെയ്തിട്ടും ഒരു പൈസ കിട്ടാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. കുറേ ആളുകളൊക്കെ സക്സസ് ആവാം, പെട്ടെന്ന് തന്നെ സക്സസ് ആവണവരും ഉണ്ട്. അത് നല്ല പണി അറിയുന്നവരും നല്ല വീഡിയോസും കറക്റ്റ് നമ്മുടെ ക്ലാരിറ്റി വീഡിയോസിൻ്റെ ആ ഇത് എല്ലാം എഡിറ്റിങ് അതൊക്കെ നിശ്ചയമുള്ള നല്ല നല്ല ആളുകൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇത്രയും വരുമാനം യൂട്യൂബിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അപ്പോൾ ആരും തളർന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ട് അന്നേരം വ്യൂ ഒന്നുമില്ല, കുറേ വീഡിയോസ് ഇട്ടിട്ടും വ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു വരുമാനം വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാൾ തന്നെയാണ്. ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങി, അന്ന് നമ്മൾ ഷോർട്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ലോങ് വീഡിയോ ഒന്ന് ഇട്ടിട്ട് എല്ലാവരോടും പറയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ചെയ്യണേ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ചെയ്യാതെ യൂട്യൂബ് നമുക്ക് തരണം, യൂട്യൂബ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരണം. അങ്ങനെ അതിന് വേണ്ടി വേണം നമ്മൾ പ്രയത്നിക്കാൻ. ഒരാളോട് പറഞ്ഞ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പറയാതെ, അതൊക്കെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അങ്ങനെയൊന്നും പറയാതെ നമ്മൾ സ്വയം വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബ് ഓർഗാനിക് വ്യൂ ആയിട്ട് വരട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജേണി തന്നെയാണ്. ഒരു സമയം എത്തുമ്പോൾ നമുക്ക് തോന്നും അയ്യോ വേണ്ട, യൂട്യൂബിൽ വ്യൂവും വരുന്നില്ല, ഇനി ഞാൻ വീഡിയോ ഇടൂല അങ്ങനെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ അത് അങ്ങോട്ട് കയറും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി എന്തായാലും ഇടും. അങ്ങനെ താന്നും പൊന്തിയൊക്കെ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ജേണി കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് യൂട്യൂബിൽ ഒന്ന് നിലനിൽക്കണം, എങ്ങനെയെങ്കിലും ഒരു 10 രൂപ എനിക്ക് യൂട്യൂബിൻ്റെ വരുമാനമായിട്ട് കിട്ടണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ സത്യമായിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. കിട്ടണം, വാങ്ങിയെടുക്കണം, യൂട്യൂബിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും വരുമാനം എനിക്ക് വാങ്ങണം എന്നുള്ള എൻ്റെ വാശി കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ സോറി കേട്ടോ ഗൈസ്. എന്നെ അറിയാത്തവർക്ക് എൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ പേര് അക്ഷയ എന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞങ്ങളുടെ മക്കൾ എയ്ഡൻ, എയ്മി കേട്ടോ. മക്കൾ 2 പേരും കൃഷ്ണ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. കൃഷ്ണ സ്കൂളിലെ എല്ലാ ആൾക്കാരും എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ. ടീച്ചർമാരായാലും മക്കളായാലും ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മോളുടെ ക്ലാസ് ടീച്ചർ എടുത്ത് പറയണം, മിനി ടീച്ചർ എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. കാരണം ഞാൻ എപ്പോൾ ചെന്നാലും ഞാൻ ലൈക്ക് ചെയ്യാൻ എനിക്കറിയാം, ടീച്ചർ കമൻറ്റ് അടിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെറിയൊരു ചിലവ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അപ്പം അങ്ങനെ ചെറിയൊരു എന്തെങ്കിലും ഒരു പലഹാരം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുക, ടീച്ചർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ട് പറയും ഞങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുന്നുണ്ട്, പറച്ചിൽ മാത്രമായിരിക്കും. ചിലപ്പോൾ അവർ നമ്മളെ വീഡിയോസ് കാണണം കൂടെ ഉണ്ടാവില്ല. എന്നിട്ട് പറയുമോ നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താ അതൊന്നും കാര്യമാക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാരുണ്ട്, ചവിട്ടി താത്താൻ നിൽക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ എന്തായാലും ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ട് എത്താൻ കഴിയുമെന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയിലൂടെ പറഞ്ഞു തരുന്നത് ഗൈസ്. എല്ലാവർക്കും മുന്നോട്ട് എത്താൻ പറ്റും. എല്ലാവരും പ്രയത്നിച്ച വിജയം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ബോറടിപ്പിച്ചെങ്കിൽ സോറി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.